पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ ശൈവസിദ്ധാന്തത്തിൻ്റെ കാതലായ പശുപതി പാശത്തിലെ അടുത്ത ഒരു പാടലിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ബ്രഹ്മ തുടങ്ങി ജീവകോടികളെ പശുക്കൾ അഭിമാനം കർമ്മം മായ ഈ മൂന്നും പാശമാവും. പാശം മാറ്റി പശുത്വം അറിയാൽ പശുക്കൾ തൻ പതിയായ ബ്രഹ്മത്തെ പോയി പ്രാപിക്കുമെന്ന് സത്യം. അപ്പോൾ പശുക്കൾ എങ്ങനെയാണ് ബ്രഹ്മത്തെ പതിയെ പ്രാപിക്കുന്നത് എന്ന് ഇവിടെ തിരുമൂലദേവൻ വളരെ ചുരുക്കി വിവരിക്കുകയാണ്. ബ്രഹ്മ തുടങ്ങി ജീവകോടികളെ പശുക്കൾ അഭിമാനം കർമ്മം മായ ഈ മൂന്ന് പാശവും ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ പശുക്കളെ ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത് 3 കാര്യങ്ങളാണ്. ഏതൊക്കെ? പശുക്കളെ മാറ്റി നിർത്തുന്ന ആ 3 കാര്യങ്ങൾ അഭിമാനം, കർമ്മം, മായ. ഈ 3ഉം പശുവിനെ ബ്രഹ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ പതിയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അതുകൊണ്ട് ഈ 3 മലങ്ങളും മാറ്റിയാൽ പശു പതിയിൽ എത്തിച്ചേർന്ന് പതിയിൽ ലയിച്ച് ഒന്നാകും, ബ്രഹ്മത്തിൽ ലയിച്ച് ഒന്നാകും. ഏതൊക്കെയാണ് ആ 3 പാശങ്ങൾ? അഭിമാനം, കർമ്മം, മായ. 3 മലങ്ങളാണ്. അഭിമാനം, ഞാനെന്ന ആ അഭിമാനം, ഞാനെന്ന ബോധം, അഹംഭാവം. എല്ലാത്തിൻ്റെയും മൂലകാരണം എന്ന് പറയുന്നത് അഹംഭാവമാണ്. ഞാനെന്ന ഭാവം, ഞാൻ എന്നുള്ള ആ അഹംഭാവം ആരാണോ പൂർണ്ണമായി ത്യജിക്കുന്നത്, ആരാണോ പൂർണ്ണമായി വെട്ടിമാറ്റുന്നത്, അവർക്ക് പതിയിലേക്ക് കടക്കാൻ വളരെ പെട്ടെന്ന് കഴിയുന്നു. അതേപോലെ കർമ്മബന്ധങ്ങൾ നമ്മെ പലപ്പോഴും ബന്ധിപ്പിച്ച് ഇട്ടിരിക്കുകയാണ്. ഈ കർമ്മബന്ധങ്ങൾ അനേകം ജന്മങ്ങളിലൂടെ സ്വരുക്കൂടിയതാണ്. പിന്നെ ഈ ജന്മത്തിലെ കർമ്മങ്ങളും അങ്ങനെ അനേകം ജന്മ പരമ്പരകളിലൂടെ ആവർത്തിച്ച് വരുന്ന കർമ്മബന്ധങ്ങളെയും അതേപോലെ തന്നെ മായാബന്ധങ്ങളെയും എല്ലാം തന്നെ വെട്ടിമാറ്റണം. അങ്ങനെ 3 മലങ്ങളും വെട്ടിമാറ്റുമ്പോൾ ഏതൊക്കെ? അഭിമാനം, കർമ്മം, മായ. ഈ 3ഉം വെട്ടിമാറ്റുമ്പോൾ പാശം പൂർണ്ണമായും ഇല്ലാതാകുകയും പശു പതിയിൽ ലയിച്ചു ചേരുകയും ചെയ്യും. അങ്ങനെ പാശം മാറ്റി പശുത്വം മാറിയാൽ പശുക്കൾ തൻ പതിയായ ബ്രഹ്മത്തെ പോയി പ്രാപിക്കും. അപ്പോൾ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ശിവനെ അല്ലെങ്കിൽ പതിയെ പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് ഈ 3 മലങ്ങളെ അഭിമാനം, കർമ്മം, മായ ഈ 3 പാശങ്ങളെയും പൂർണ്ണമായി അറുത്ത് കളയുക. അങ്ങനെ അറുത്ത് കളയുമ്പോൾ തീർച്ചയായിട്ടും പശുവാകുന്ന ജീവൻ പതിയാകുന്ന സദാശിവനിൽ ലയിച്ച് ഒന്നായിത്തീരും. അപ്പോൾ എത്ര ലളിതമായിട്ടാണ് തിരുമൂലദേവൻ ഈ ശൈവസിദ്ധാന്തത്തെ വിശദീകരിക്കുന്നത് നോക്കൂ. വളരെ സിമ്പിളാണ്. പശുവിനെ ബന്ധിച്ചിരിക്കുന്ന 3 മലങ്ങൾ അഭിമാനം, കർമ്മം, മായ എന്നീ 3 ബന്ധനങ്ങൾ, 3 പാശങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റിയാൽ അതോടെ പശു ആകുന്ന ജീവൻ പതിയായ സദാശിവനിൽ ഒന്നിച്ച് ലയിച്ച് ചേരുന്നു. ഇതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്ന ആ ശൈവസിദ്ധാന്ത രഹസ്യം. ആ ശൈവസിദ്ധാന്ത രഹസ്യത്തെ ഇതിൽ കൂടുതൽ ലളിതമായി ലോകത്തിലാർക്കും വിവരിക്കാനും പറ്റില്ല. ഇത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചിലർ വിവരിക്കുന്നത്. നമുക്കതിലെ ഭോഗരുടെ ജ്ഞാനസൂത്രത്തിലേക്കൊന്ന് കടന്നു നോക്കാം. ഭോഗർ നമ്മളിതിന് മുമ്പ് പലപാട് കണ്ടുള്ളതാണ്. ഭോഗർ 18 സിദ്ധന്മാരിൽ വളരെ പ്രധാനിയാണ്
ഭോഗർ. ആ ഭോഗരുടെ ജ്ഞാനസൂത്രത്തിലൊരു ഭാഗം, ഞാൻ അതിൻ്റെ അർത്ഥം മാത്രമേ വായിക്കുന്നുള്ളൂ. ഓരെഴുത്ത് എന്നാൽ ഏകാക്ഷരം, അതായത് പ്രണവം. ആ പ്രണവത്തെ പറ്റി ഞാൻ പറയുന്നു, കേട്ടാലും. ആദ്യം പദ്യം രചിച്ച് അത് പദ്യം രചിച്ച് ഒരിക്കലും വിവരിക്കാൻ കഴിയില്ല. അത് എഴുതുന്നത് 2 ചുഴിപ്പുകൾ ഇട്ടിട്ടാണ്. ആ ഏകാക്ഷരത്തിനെ ജപിച്ചു കൊണ്ടിരുന്നാൽ ശിവനും ശക്തിയും, അതായത് ജഗത്പിതാവും ജഗത് മാതാവും നിനക്ക് വശമാകും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നിനക്ക് അനുകൂലമായി വരും. അതിനെ അറിവായി ജ്ഞാനമായി കാണുക. അപ്പോൾ ഈ പശുക്കളുടെ ബന്ധനത്തെ അകറ്റാനുള്ള ജ്ഞാനം ഏതാണെന്ന് പറയാണ്? ഓംകാര സാധന, പ്രണവോപാസന. ആ പ്രണവോപാസനയുടെ അതിനെ അറിവായി ജ്ഞാനമായി കാണുക. നിത്യവും ഈ ഏകാക്ഷരത്തിനെ നിഷ്ഠയിലിരുന്ന് മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ നിനക്ക് പശുപതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ പശുക്കൾ ഈ പാശത്തെ അറുത്ത് കളയാനുള്ള, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആ അജപാധ്യാനം, അജപ ഗായത്രി, അതിൻ്റെ ടോപ്പാണ് ഈ പ്രണവോപാസന. അജപയും പ്രണവോപാസന തന്നെയാണ്. അത് സോഹമാണ്, അത് ഞാനാണ്. സഹ അഹം, അത് ഞാനാണ്. അത് എൻ്റെ മൂലമേതാ? പ്രണവമാണ്, ഓങ്കാരം. ആ ഓങ്കാരത്തെക്കുറിച്ചിട്ടാണ് ഭോഗർ ജ്ഞാനസൂത്രത്തിൽ വളരെ പ്രാധാന്യം കൊടുത്ത് ഈ പ്രണവോപാസനയെ പറ്റി പറയുന്നുണ്ട്. കണ്ടോ? അതിനെ, അതായത് പ്രണവത്തെ അറിവായി ജ്ഞാനമായി കാണുക. നിത്യവും ഈ ഏകാക്ഷരത്തിനെ നിഷ്ഠയിലിരുന്ന് മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ പശുപതിയാകാൻ പറ്റും. അപ്പോൾ എല്ലാ ബന്ധനങ്ങളെയും അറുത്ത് കളയുന്ന ഒരു ഉപാസന, ധ്യാന രീതിയാണ് പ്രണവോപാസന. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനാക്രമങ്ങളിലൊന്നാണ് പ്രണവോപാസന. ഈ പ്രണവോപാസനയെക്കുറിച്ചിട്ട് വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ അനുഷ്ഠിക്കുന്നൊരു സാധനാക്രമം തന്നെയാണിത്. അതുകൊണ്ടാണ് അത്ര വിശദമായിട്ട് ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ പ്രണവോപാസനയെ വിശദമാക്കി സാധാരണ നമ്മെപ്പോലെയുള്ളവർക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ അതിലെ എങ്ങനെയാണ് താന്ത്രികമായി പ്രണവോപാസന അനുഷ്ഠിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ജപയജ്ഞം എന്നൊരു ഭാഗത്ത് ഈ പ്രണവോപാസന എന്ന ഗ്രന്ഥത്തിൽ ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ വിവരിക്കുന്നുണ്ട്. അത് നമ്മുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. നോക്കൂ, പ്രണവോപാസനയ്ക്ക് വൈദികമായൊരു ക്രമമുണ്ട്, പിന്നെ അതേപോലെ തന്നെ യൗകികമായ കർമ്മമുണ്ട്. വൈദികം ഉത്തമാധികാരിക്കും യൗകികം മധ്യമാധികാരിക്കും അംഗീകാരമാണെന്ന് നിയമം. എന്നാൽ ഇവ 2 തരത്തിലുള്ള ഉപാസനാ രീതി അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവരുണ്ട്. അവരാണ് മന്ദാധികാരികൾ. താന്ത്രിക വിധി അനുസരിച്ച് പ്രണവമന്ത്രം ഉപാസിക്കാൻ അവർക്ക് കഴിയുള്ളൂ. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണ മന്ദ ആധികാരികളായ വ്യക്തികൾക്ക് ഈ താന്ത്രിക ഉപാസനാക്രമമാണ്, പ്രണവത്തിൻ്റെ ഈ താന്ത്രിക ഉപാസനാക്രമമാണ് ഏറ്റവും അനുയോജ്യമായുള്ളത്. എന്നിട്ട് അദ്ദേഹം ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ അത് വിവരിക്കുന്നുണ്ട്. പ്രണവം പരമെന്നും അപരമെന്നും 2ആയി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പരമെന്നത് ബ്രഹ്മമാണ്. പ്രകർഷേണ നവമായിരിക്കുന്നതിനാൽ ബ്രഹ്മത്തെ പ്രണവമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. യാതൊരു കാരണമില്ലാതെയും വികാരമില്ലാതെയും കൂടസ്ഥമായും പരമാനന്ദ സ്വരൂപമായും എന്നും അഭിനവവുമായി ശോഭിക്കുന്നുണ്ട് ബ്രഹ്മം പ്രണവമായി എന്നാണ് ആപ്തന്മാരുടെ സിദ്ധാന്തം. അതുകൊണ്ടാണ് പരമമായ പ്രണവം എന്ന ബ്രഹ്മത്തെ വ്യപദേശിക്കുന്നത്. അപരമായ പ്രണവം ഓങ്കാര മന്ത്രമാണ്. ബ്രഹ്മത്തെ ഏതൊരു മന്ത്രം കൊണ്ടാണോ സാധകൻ സ്വസ്വരൂപത്തിൽ ബോധിക്കുന്നത് ആ മന്ത്രം പ്രണവമാണ്.
പ്രണവസ്വരൂപമായ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം ബോധിപ്പിക്കാൻ കാരണമായതുകൊണ്ട് ഓംകാരത്തെ പ്രണവമെന്ന് ശാസ്ത്രങ്ങൾ വ്യവഹരിക്കുന്നു. ഇങ്ങനെ ബോധ്യമായ ബ്രഹ്മം പരമമായ പ്രണവവും ബോധകമായ ഓംകാരം അപരമായ പ്രണവവുമാണെന്ന് സൂതസംഹിതയിൽ വർണ്ണിച്ച് കാണുന്നു. ബ്രഹ്മം തന്നിൽ കൽപ്പിക്കപ്പെട്ടുള്ള സർവ്വപ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന പോലെ പ്രണവവും ശബ്ദരൂപത്തിൽ സർവ്വപദാർത്ഥങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. എന്നിട്ട് സൂതസംഹിതയിലെ ആ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഭൂമി, അന്തരീക്ഷം, ദ്യോവ് ഇവയാണല്ലോ ത്രിലോകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 3 ലോകങ്ങളുടെയും സാരം അഗ്നിയും വായുവും സൂര്യനുമാണെന്നും ആ ജ്യോതിസുകളുടെ സാരം 3 വേദങ്ങളാണെന്നും 3 വേദങ്ങളുടെ സാരം 3 വ്യാഹൃതികളാണെന്നും അവയുടെ സാരം പ്രണവമാണെന്നും ആ പ്രണവത്തിൻ്റെ സാരം ഈശ്വരനാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എല്ലാത്തിൻ്റെയും മൂലം എന്ന് പറയുന്നത് പ്രണവമാണ്. സർവമന്ത്രങ്ങളുടെയും സാരമായ പ്രണവം വിധിപൂർവം ജപിച്ചാൽ മറ്റെല്ലാ മന്ത്രങ്ങളും ജപിച്ചാലുണ്ടാകുന്ന ഫലം പെട്ടെന്ന് ലഭിക്കുമെന്ന് മന്ത്രശാസ്ത്രം ഉപദേശിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ള മന്ത്രങ്ങളെല്ലാത്തിനേക്കാളും പ്രധാനം പ്രണവമന്ത്രം ജപിക്കുമ്പോൾ ജിജ്ഞാസുക്കൾക്ക് ലഭിക്കുന്നു. ഗുരുമുഖത്ത് നിന്ന് പ്രണവമന്ത്രത്തിൻ്റെ ഋഷി, ഛന്ദസ്, ദേവതാന്യാസങ്ങൾ, അർത്ഥം തുടങ്ങിയ ഗ്രഹിക്കേണ്ട വിഷയങ്ങളെല്ലാം ഗ്രഹിച്ച് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് അർത്ഥവിചാരത്തോടുകൂടി പ്രണവമന്ത്രം ദിവസവും 3 സന്ധ്യകളിലായി 12,000 ഒരു സന്യാസി ജപിക്കണമെന്ന് യതിധർമ്മ സംഗ്രഹത്തിൽ ശ്രീ വിശ്വേശ്വര സരസ്വതി സ്വാമികൾ ഉപദേശിക്കുന്നു. സന്യാസികൾ എത്ര വേണമെന്ന് ജപിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കുടുംബജീവിതം നയിക്കുന്നവർക്ക് അതിനേക്കാൾ കുറച്ച് മതി. പ്രണവമന്ത്രം ദിവസവും 3 സന്ധ്യകളായി ജപിക്കണം എന്നാണ് ഇവിടെ ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ പറയുന്നത്. അത് മാനസിക ജപം നടത്തിയാൽ മതി. അത് 2 തരത്തിലുണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. പ്രതീകം, അഹംഗ്രഹം എന്ന ഉപാസന 2 വിധത്തിലുണ്ട്. ഈശ്വരനും താനും രണ്ടാണെന്നുള്ള സങ്കല്പത്തോട് ഉപാസിക്കുന്നത് പ്രതീകോപാസനയും താൻ ഈശ്വരനാണെന്നുള്ള ബുദ്ധിയോടുകൂടി ഉപാസിക്കുന്നത് അഹംഗ്രഹോപാസനയുമാകുന്നു. സന്യാസികൾ അഹംഗ്രഹോപാസനയാണ് നടത്തുന്നത്. മറ്റുള്ളവർ അതേപോലെ പ്രതീകോപാസനയാണ് നടത്തുന്നത്. ഈശ്വരനും താനും രണ്ടാണെന്നുള്ള സങ്കല്പത്തിൽ ഉപാസിക്കുന്നവരാണ് സാധാരണ മനുഷ്യർ. ആ രീതിയിലാണ് നമുക്കൊക്കെ സാധാരണ പ്രണവോപാസന നടത്താൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈശ്വര സാക്ഷാത്കാരം, ജ്ഞാനമാർഗത്തിലേക്കുള്ള ഒരു പ്രവേശം എന്ന് പറയുന്നത് ഈ പ്രണവോപാസനയാണ് എന്നാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും ആവർത്തിച്ച് നമ്മളോട് പറയുന്നത്. ഈ ധ്യാനയോഗത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പ്രണവോപാസനയെക്കുറിച്ച് വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പിന്നീട് കാണാം. അപ്പോൾ ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് പ്രണവോപാസനയാണ് എന്നാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും മാറി മാറി വിശദമാക്കുന്നത്. ബ്രഹ്മാ തുടങ്ങി ജീവകോടികളെ പശുക്കൾ, അഭിമാനം, കർമ്മം, മായവ ഇവ 3 പാശമാകും. ആ പാശം മാറ്റിയാൽ പശു പതിയിൽ ലയിച്ച് ചേരുന്നു. ഇതാണ് ഇവിടെ പശുപതി പാശം എന്ന തിരുമന്ത്രത്തിൻ്റെ 8ാം തന്ത്രത്തിൽ ശൈവ സിദ്ധാന്തത്തിൻ്റെ കാതലായ ഒരു ഭാഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പോൾ ഓർക്കുക, പ്രണവോപാസനയിലൂടെ തന്നെ ഒരു സാധകന് ജ്ഞാനത്തിൻ്റെ ഉത്തുംഗ സോപാനത്തിലെത്താനും അങ്ങനെ പശുപതിയായി സദാശിവനായി മാറാനും കഴിയുമെന്ന് തിരുമൂലദേവൻ നമുക്ക് ഉറപ്പ് തരുന്നു. ഇത് തിരുമൂലദേവൻ മാത്രമല്ല, അദ്ദേഹത്തെ പിന്തുടർന്ന 18 സിദ്ധന്മാരും ഈ പ്രണവോപാസനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൽ ഭോഗർ എന്ന സിദ്ധരാണ് ജ്ഞാനസൂത്രത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ജ്ഞാനം തന്നെയാണ് പ്രണവമെന്നാണ് അദ്ദേഹം അതിൽ സമർത്ഥിക്കുന്നത്.
ഓം ശിവായ തിരുമൂലദേവായ നമഃ.